ചാനൽ. അപ്പോൾ നമ്മൾ പളനിയിൽ തിരിക്കുക. എവിടെ പോവാമ്മ? നമ്മളൊരു 1 day കൊടൈക്കനാലിലൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ട്രിപ്പ്. എന്തായാലും തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കമ്പന്തേനി വഴി തിരിച്ച് പോകുന്നതിന് പകരം കൊടൈക്കനാൽ വഴി നമ്മൾ ചെങ്കോട്ട വഴി തിരിച്ചു പോകാനുള്ള ഒരു പരിപാടിയാണ് ഇപ്രാവശ്യം. അപ്പം അച്ഛൻ ഇവിടെ ബിസി. എന്താ പരിപാടി? അച്ഛൻ പരിപാടി? ഞാൻ ഗ്ലാസ് ക്ലീൻ ചെയ്യുവാണ്. അച്ഛൻ മാത്രം പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ലഗേജ് എല്ലാം വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ ആക്ച്വലി ഒരു 3 hours അല്ലേ? 3 hours ഉണ്ട്. കുറച്ച് ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും ടൈം എടുക്കും. വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് 100-120 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. 100 കിലോമീറ്റർ ഉണ്ടോ? 100 എത്ര കിലോമീറ്ററല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ടൈം എടുക്കും. കാരണം അത്രേ ഉള്ളൂ. ഓക്കെ 3 hours. കാരണം ആക്ച്വലി ഈ സൗത്ത് ഇന്ത്യയിലെ നമ്മൾ ഈ ടൂറിസ്റ്റ് സ്പോട്ടില്ലേ, ഇങ്ങനെ ഹിൽ സ്റ്റേഷൻ, അതിൽ ഏറ്റവും ലൈക്ക് സ്റ്റീപ്പസ്റ്റ് ആണെന്ന് തോന്നുന്നു കൊടൈക്കനാൽ. അതുകൊണ്ട് കുറച്ച് ഹൈ റേഞ്ച്. നമ്മള് കൊടൈക്കനാലിൽ എല്ലാവരും പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ മറ്റേ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ. നമ്മൾ നേരത്തെ ആക്ച്വലി നമ്മളോട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അച്ഛനും പോയിട്ടുണ്ട്, അമ്മയും പോയിട്ടുണ്ട്, കുറേ വട്ടം പോയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുമിച്ച് നമ്മൾ പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് ചേച്ചിയും ചേട്ടയുടെയും പാപ്പുവില്ല ചേട്ടായി ചേച്ചിയും പിന്നെ അച്ഛനും അമ്മയും പോയത് അഞ്ചലമ്മയായിട്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരുമിച്ച് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. നമ്മളിങ്ങോട്ട് കൊടൈക്കനാലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. ഭയങ്കര ക്യൂട്ട് കേട്ടോ. എല്ലാത്തിനെയും കൂടെ കൊണ്ട് എങ്ങോട്ടാ പോവുക പുള്ളിക്കാരി. എൻ്റെ ആട്ടിയുടെ എത്തിയൂടെ പോകുന്നു. അതിൻ്റെ മുന്നിലായിട്ട് കുറേ കുട്ടി ആട്ടുകൾ. അവിടെ ഈ പുളിമരം കണ്ടോടോ, ഭയങ്കര രസമല്ലേ. ആക്ച്വലി നല്ല ചൂടുണ്ട്. 30-33 ഡിഗ്രി ചൂടിലും ഈ പുളിമരത്തിൻ്റെ അടിയിൽ നല്ല തണലല്ലേ. അമ്മ, ഇതാണ് അമ്മ പറഞ്ഞ നിക്കറിട്ട മരം. എല്ലാ മരത്തിനും നിക്കറിട്ട് നിൽക്കുന്ന പോലെ അത് നോക്കണ്ട. എല്ലാ മരത്തിന്റെ താട്ട് നോക്കട്ടെ, നിക്കറൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ നമ്മളുടെ കൊടൈക്കനാൽ ഫൈനലി എത്തിയിരിക്കുന്നു. നമ്മളുടെ ഈ ഒരു കോട്ടേജ് എടുത്തു. എങ്ങനെയുണ്ട് അമ്മു? ക്ലൈമറ്റ് മാറിയപ്പോ തന്നെ എന്തൊരു സുഖം. അതെ, നമുക്ക് നാട്ടിൽ ഇതുപോലെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നു എന്ത് സുഖമായിരുന്നു. ക്ലൈമറ്റ് മാറിയപ്പോ തന്നെ നമുക്ക് ക്ഷീണം. ഇപ്പൊ ടെമ്പറേച്ചർ എത്ര? 22 ഡിഗ്രി. അവിടുത്തെ എനിക്ക് തോന്നുന്നൊരു ഓഗസ്റ്റ് ഒക്കെ ഉള്ളൊരു ടൈം 22 ഡിഗ്രി ഒക്കെ. നാട്ടിലിപ്പോ ആണെങ്കിൽ ഒരു 35 ഡിഗ്രി 34 ഡിഗ്രി. ഇത് 22 ഡിഗ്രി. നല്ല ആക്ച്വലി നല്ല ക്ലൈമറ്റ്. എനിക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും കുറഞ്ഞ ചാൻസ് ഉണ്ട്. 22. അടിപൊളി. അതെ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, വിശക്കുന്നു. അപ്പൊ ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ആംബൂർ ബിരിയാണി. അതെ, എന്ത് കഴിക്കണേ? ആംബൂർ ബിരിയാണി, ചിക്കൻ 65. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ സ്ഥിരം സ്പോട്ടിലെത്തിയല്ലേ ജു? നമ്മളെപ്പോ കൊടൈക്കനാൽ വന്നാലും നമ്മള് അതെ. അന്ന് ഇവരിവിടെ വന്നില്ല. അച്ഛനും അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞു. നമ്മള് പറഞ്ഞു അതെ, ഫേമസ് ആണോന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മൾ ആംബൂർ ബിരിയാണി കഴിക്കാൻ പോവാന്ന് വെച്ചു. ആംബൂർ ബിരിയാണിയുടെ ആംബൂർ ചിക്കൻ ബിരിയാണി അല്ലേ? അച്ഛനും അമ്മ അതാണോ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ആംബൂർ ചിക്കൻ 65 ബിരിയാണി. കാസ്ട്രോൾ പോലൊരു പാത്രം. ഗ്രേവി എന്തോ അത്? രാവിലത്തെ സാമ്പാറാ. രാവിലെ സാമ്പാറാണോ? അമ്മ എങ്ങനെ ബിരിയാണി കഴിച്ചു നോക്കിയാ? അത് എനിക്കൊന്ന് സാമ്പാറാന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ നാട്ടിലെ മറ്റേ കൂട്ടുകാരി കൊടുക്കുന്ന സാധനം. ഇതെന്തോ സാലഡ് അല്ലേ? പക്ഷേ അതെന്ന് പിക്കിളിൽ ഇവിടെ കാണത്തില്ല. എങ്ങനെയുണ്ടോ? കൊള്ളാവോ? ബിരിയാണി കൊള്ളാവോ? അമ്മ കഴിച്ചു നോക്കിയ അമ്മ എങ്ങനെയുണ്ട്? ഞാൻ ഈ 65 ബിരിയാണി ഇവിടെ നിന്ന് കഴിച്ചു നോക്കി. ചുമ്മാ റൈസിൽ. അമ്മയുടെ ഫോൺ അടിക്കുന്നുണ്ടോ? നമ്മൾ ചിക്കൻ ഫ്രൈ ബിരിയാണി ഇല്ലേ? നമ്മുടെ ബിരിയാണിയില് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടേക്കുന്നത്. ഇവിടുത്തെ റൈസ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഈ ആംബൂർ ബിരിയാണിയുടെ റൈസ്
ലോങ് ഗ്രെയിൻ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് പോലെ അല്ല ചാർജ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അതായത് 600 ചാർജ് 300 ഉള്ളൂ അല്ലേ? അതെ, ഫസ്റ്റ് നമ്മൾ അടയ്ക്കുമ്പോഴത്തേക്ക് 600 കൊടുക്കണം, പിന്നെ റിട്ടേൺ വരുമ്പോഴത്തേക്ക് 300 തരും. ഓക്കെ, നൈസ് നൈസ്. എന്തിനാ ജാക്കറ്റ്? എന്തിനാ? വലിയ തണുപ്പില്ലമ്മ, വലിയ തണുപ്പില്ല. ഇത് ടോയ്ലറ്റ് പോയിട്ട് പോട്ടെ, ഡ്രോയിങ് ടോയ്ലറ്റിൽ പോകണം. അല്ല, ലൈഫ് ജാക്കറ്റ് ഒക്കെ ചെയ്തിട്ടത് പട്ടാളം എങ്ങോട്ടാ പോകുന്നതല്ലേ? എവിടെ പോവാമോ? അവിടെ നിന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണല്ലോ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാ. ഫ്രണ്ടി കയറി പെഡൽ. പിടിച്ചോ, ഫോൺ പിടിച്ചോ. ഇല്ല, കേറി വരും അച്ഛനമ്മ, കയറി വരും. നവരസങ്ങളൊക്കെ മുഖത്തൊക്കെ. ഓക്കെ, പിടിച്ചൊക്കെ ഇരുന്നോണം. ഞാൻ ഇച്ചിരി സ്പീഡൊക്കെ കൂടുതലാ എനിക്ക്. ഹായ് അച്ഛാ, സ്പീഡ് കൂടുതലുണ്ടോ? പേടിയാവുന്നുണ്ടോ അച്ഛന്? കുറങ്ങണോ? എങ്ങനെ മറിഞ്ഞാലും നടന്നു പോകാനുള്ള ദൂരം. അത് റൊട്ടേറ്റ് ചെയ്ത് വരാനുള്ള 10 മിനിറ്റ്. അച്ഛനും അമ്മ ഇവിടെ തന്നെ ഉണ്ട്. സ്പീഡ് പോകുന്നുണ്ട് നമ്മള്, പക്ഷെ കുറെ നേരമായിട്ട് ബില്ലിംഗ് എടുത്ത് നിൽക്കാണല്ലോ. ഫുള്ളടിച്ചോ? മതി, സ്ട്രൈറ്റ് ആക്കിയോ. സമയമുണ്ടോ നമുക്ക്? പക്ഷെ പതുക്കെ ചോട്ടുമ്പോൾ സ്ട്രെയിൻ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല. കാറ്റുണ്ട്, മഴക്കോളുണ്ട്, ചെറിയ മഴക്കോളുണ്ട്. നമ്മൾ ആ കാണുന്ന ആ ഹൗസ്, ആ ഷെഡിന്റെ അവിടെ നിന്നാണ് കയറിയിരിക്കുന്നത്. 300 രൂപ. അമ്മു, ആ ഫൗണ്ടൻ കണ്ടോ? ആ ഫൗണ്ടൻ്റെ അടുത്തോടെ പോയാൽ നമുക്ക് റീഫണ്ട് തിരിച്ചു കിട്ടത്തില്ല. 300 രൂപ. അതായത് അല്ലെങ്കിൽ 600 രൂപ ചാർജ് ചെയ്യും ഹാഫ് ആൻ അവറിന്. അത് റിസ്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴും. പിന്നെ മാത്രമല്ല, അതെന്തായോ, ഫൗണ്ടൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴും. പിന്നെ അവിടെ ബാലൻസ് കിട്ടത്തില്ലായിരിക്കും, വേവ്സ് കൂടുതലായിരിക്കും അവിടെ. എന്തമ്മോ? തിരിക്ക് പുല്ല് ബോട്ടും വരണം, അങ്ങോട്ട് ഇറക്ക്. അടിപൊളി അല്ലേ? ആ ഫൗണ്ടൻ നോക്കണം, നല്ല രസമുണ്ട്. ബോട്ട് അതിൻ്റെ അടുത്തോട്ട് പോകുന്ന നല്ല രസമുണ്ട്. അമ്മു, 300 രൂപ വേണ്ടെന്ന് വെച്ചാൽ അടി കൂടെ പോയാലേ? ഒരു രസമല്ലേ? വെള്ളം ഉണ്ടോ തലയില്? അമ്മ, പേടി മാറിയാ? സമയം ഒരു 20-22 മിനിറ്റ് ആയി കാണും. പൈലറ്റ്, തിരിക്കൽ പൈലറ്റ്. എടോ, ഫൗണ്ടർ എന്ത് രസം നോക്കമ്മു, ഭയങ്കര രസാ. വെയിലൂടെ അടിച്ചപ്പോഴേ നല്ല രസമുണ്ട്. സൺലൈറ്റിന്റെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ചവിട്ടി നമ്മൾ ബാക്ക് ടു ഹാർബർ. ഏതാ അതെന്തേലും ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും. തിരക്കൂടുമ്പോഴത്തേക്കേ ഒരൊറ്റ ഇതിൽ പറ്റത്തില്ലല്ലോ. കുറച്ച് പേര് അങ്ങോട്ടും കുറച്ച് പേര് ഇങ്ങോട്ടും വിടും. അതിനായി വേറെ പ്ലാറ്റ്ഫോം വെച്ചേക്കുന്നത് ഇവിടെ എന്താ. ഡ്രാഗൺ ബോട്ട് കൊള്ളാമല്ലോടോ, കൊള്ളാം.
കൊടൈക്കനാൽ വരെ വന്നപ്പോൾ അമ്മൂന് ഭയങ്കര ആഗ്രഹം. അമ്മൂന് അമ്യൂസ്മെന്റ് പാർക്കിൽ പോകണം. ഒന്നും നോക്കില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിൽ നമ്മൾ അമ്മൂന് ഫൺ സർക്കിൾ ആക്ടിവിറ്റീസിന് വേണ്ടി എനിക്ക് പെറ്റ്ഫ്ലിക്സിൽ കയറണമെന്ന്. പെറ്റ്സ് അവിടെ കയറാം. 70 എക്സ്പീരിയൻസ് ചെയ്യണം. അതല്ലോ ആ എങ്ങനെ ഇരിക്കുന്നു നോക്കി ഇവരെ കാണാൻ. അയ്യോ നല്ല ഗുണ്ട് കേട്ടോ. ഈ മുഖം കണ്ടോ? നല്ല രസമുണ്ട്. നമ്മളിപ്പോ 70 വലുതായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടല്ല, ബട്ട് സ്റ്റിൽ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. നമ്മൾ അന്ന് ഇവിടെ ഊട്ടിയിൽ പോയിട്ട് നമ്മള് ചെയ്ത് 5D ആയിരുന്നു അത്. അത് വലിയ അതെ അതെ നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ അമ്മു എന്താണ് 70 തിയേറ്റർ എന്നൊക്കെ പറഞ്ഞേക്കാതെ അമ്മയച്ഛന് ഫ്രണ്ട് ഇരിക്കുന്നു. ഞങ്ങൾ 2 ബില്യൺ കണ്ടു നോക്കാം എങ്ങനെയുണ്ട് 70 തിയേറ്റർ. ഫ്ലൈറ്റിലായി അമ്മ. സ്നോ ഒക്കെ നമ്മുടെ കണ്ണടിയിലിരിക്കുന്നല്ലോ. തുടച്ചിടമ്മ. അമ്മു നീ തലയിൽ എത്തിക്കണ്ടല്ലോ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നോ? അച്ഛൻ ഉണ്ടായിരുന്നു? കുഞ്ഞി 70 തിയേറ്റർ കഴിഞ്ഞപ്പോൾ അമ്മൂന് ഹൊറർ ഹൗസ് കയറുന്ന ഒരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഹൊറർ ഹൗസും കൂടെ ഒന്ന് കയറാനായിട്ട് തീരുമാനിച്ചിരിക്കാം. ഓക്കെ വെൽക്കം. ഞങ്ങൾ മുന്നേ പോണോ? നിങ്ങൾ കയറിയതിനകത്ത് നിങ്ങൾ ഇവിടേക്ക് വന്നോ? ഇവിടേക്ക് വന്നോ? വേണ്ട ഇവിടേക്ക് കൊണ്ടോ. കുഴപ്പമില്ല, വേണം പോയിട്ടോ. ഇത് തന്നെയാ ഇത് പോയിട്ടോ. നമ്മുടെ കേട്ടോ നമ്മുടെ കൂടെ പയ്യന്മാർ അവന്മാര് രണ്ടുപേരല്ലേ. അവര് പകുതി വഴി പോയിട്ട് തിരിച്ച് തമിഴ് നടന്നു പേടിച്ചിട്ട്. ആരെങ്കിലും വരട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ പുറകെ പേടിയാ. ഒന്നുമില്ല ചേ, ഇരട്ടത്തിൽ കുറെ പ്രയാസം പോലെ സാധനമൊക്കെ മുന്നോട്ട് ഇങ്ങനെ പെട്ടെന്ന് വരും. പേടിച്ച് നമ്മൾ പേടിക്കാം. നമ്മൾ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ നമ്മളവിടെ അതിനേക്കാൾ നല്ല അടിപൊളി ഹൊറർ ഹൗസും ഉണ്ട്. വീട് മൊത്തം ഇതാ വയലിനേക്കാൾ അടിപൊളിയാ ഈ PA-യില്. അവിടെ പോ നമുക്ക്. അമ്മു ഓർമ്മയുണ്ടോ മക്കളെ? ഇത് ഹോട്ടൽ SNS. നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. ചേട്ടായും ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. നീ പറ എന്തെങ്കിലും വിളിച്ചോറ്. ചേട്ടായി ഈ വീഡിയോ ചേട്ടായിക്കും മോഞ്ചേച്ചിക്കും കൊത്തു പൊറോട്ട പറഞ്ഞിട്ടോ. പൊറോട്ട നന്നായിട്ട് അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് എടുത്തിട്ട് അതിലേക്ക് എനിക്കൊന്ന് മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നു. എല്ലാം ആഡ് ചെയ്യുന്നു. ഫ്രൈഡ് റൈസ് അണ്ണന് ഒരിടത്ത് ഫ്രൈഡ് റൈസ്, ഒരിടത്ത് കൊത്തു പൊറോട്ട, ഒരിടത്ത് കൊത്തു പൊറോട്ട, ഒരിടത്ത് ഫ്രൈഡ് റൈസ്. സംഭവം ഇതൊക്കെയാണ് നമ്മൾ കാനഡയിൽ മിക്സ് ചെയ്യുന്നല്ലേ. നല്ല ചൂട് അച്ഛൻ പുകയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കൊത്തുപൊറോട്ട? സൂപ്പറാ. അമ്മ കൊത്തുപൊറോട്ട കഴിക്കണേ. കൊത്തുപൊറോട്ട കഴിക്കണേ. ഉള്ള അച്ഛാ ഇല്ലല്ലേ. നമ്മൾ കൊത്തുപൊറോട്ടയും പറഞ്ഞു. ചിക്കൻ 65 അതിൻ്റെ ഗ്രേവിയും ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് എന്താ പരിപാടി? ഡയറി മിൽക്ക് ചോക്ലേറ്റ് പേസ്ട്രി മേടിച്ചിട്ടുണ്ട്. ചെറിയ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം വാങ്ങാനായിട്ട്
ഇതെല്ലാം വാങ്ങിയാ? ഡിസ്പോസിബിൾ സ്പൂൺ അവിടെ സ്പൂണില്ല. അതിമനോഹരമായും തമിഴ് സംസാരിക്കുന്ന അമ്മുവിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. പക്ഷേ ഈ റിസോർട്ടേ നൈറ്റ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ അമ്മ. നൈറ്റ് നല്ല രസമുണ്ടോ കാണാൻ? വ്യൂ നല്ല വ്യൂ ആ. അമ്മു എങ്ങനെയായിരുന്നു സ്റ്റേ? അടിപൊളിയായിരുന്നു. നന്നായിട്ട് അങ്ങ് ഉറങ്ങി. AC-യുടെ ഒന്നും ഒരു ആവശ്യമില്ലല്ലേ? ഈ ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതെ, നൈറ്റ് എനിക്ക് തോന്നുന്നു എത്ര ഡിഗ്രി ആയിരുന്നു? 12-14 ഡിഗ്രി ആയിരുന്നു കാണിച്ചത്. ഇപ്പൊ ഏകദേശം 18-19 ഡിഗ്രി ആയി. നല്ല ക്ലൈമറ്റ് അല്ലേ? നല്ല കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയണ്ടോ. ഫുൾ ആ അപ്പുറത്തെ മലയൊന്നും കാണുന്നില്ല, ഫുള്ള് കോട. ഒരു ടയർഡ്നെസ് വരുന്നില്ല. ഡാഡി മമ്മി വരുന്നുണ്ട് കണ്ടോ. ആക്ച്വലി നമ്മള് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വേറൊരു സ്പോട്ടിൽ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തല്ലേ അമ്മു? അപ്പം ജസ്റ്റ് ഇതാക്കാനായിട്ടേ അപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചല്ലേ? അതെ. അപ്പോൾ അവർ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് പോയിട്ടാണ്. നമ്മളൊരു ഹാഫ് ആൻ അവറിന് ചെക്കൗട്ട് ചെയ്യണം. ഓൾമോസ്റ്റ് 10:30 ആയി. 11 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. ഫ്രൂട്ട്സ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് അതെ, കഴിച്ചിട്ട് നമ്മൾ നേരെ പോകാം. അമ്മയും അച്ഛനും ഇറങ്ങും. വണ്ടി വരുന്നു. എന്തോ കുറേ ഉണ്ടല്ലോ ഫ്രൂട്ട്സ്. ഇതിലും ഏതോ ഹോട്ടലിൽ പോയി കഴിക്കുന്നതായിരുന്നു തോന്നുന്നു. കയ്യിൽ ഒരുപാട് ഫ്രൂട്ട്സ് പോയി അച്ഛനും പോയി. ബാ കഴിച്ചിട്ട് ഇറങ്ങാം. 10:30 വരൂ ഡാഡി. ബാ ലൈറ്റ് ആയിട്ട് പഠിച്ചായിരുന്നു ശരിക്കും. അതെ. എവിടെ அந்த பக்கம் பாருங்க கண்ணா, പൈൻ ഫോറസ്റ്റ്. നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു സ്പോട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വരുമായിരുന്നു. ഫുഡ് കഴിക്കണം. അപ്പൊ വിശപ്പായില്ല. അപ്പൊ അത് വരെ നമ്മൾ വെച്ച് എവിടെയെങ്കിലും ഒന്ന് കറങ്ങി നിന്നിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. എങ്ക ഊര് തമ്പി? എങ്ക ഊര്? പളനിയാണ്ടോ. ഇങ്ക എന്നെ പണിട്ട് ഇരിക്കേ? ഇവിടെ നമ്മൾ പൈൻ ഫോറസ്റ്റ് കാണുന്നു. ഓ നിങ്ങ മലയാളിയാ? ഓ നമ്മൾ മലയാളി. ഇനി എന്താ പരിപാടി? ഇനി നമ്മൾ പരിപാടി കുറച്ചേരം നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. എന്നിട്ട് നേരെ നമ്മൾ വിടുന്നല്ലേ? എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവാ. അതെ, 8-9 hours ഉണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ടൈമായി. ഓൾമോസ്റ്റ് വിശപ്പായില്ലേ? അമ്മു എവിടെ? ഇഹാൻ ബിരിയാണി. நம்ம சிக்கன் மட்டன் பிரியாணி ரொம்ப பிரமாதமா இருக்கு. ஆனா நம்ம ட்ரை பண்ணலாம்னு நினைச்சேன். അതെ. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്ച്വലി ഒന്ന് കറങ്ങി ഇവിടെ നോക്കിയായിരുന്നു. കാരണം സ്പോട്ട് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് സമയം ഏകദേശം 1 മണിയല്ലേ? ഇനി നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കഴിക്കാം. ടേസ്റ്റ് ഉണ്ടേ? അടിപൊളി. അമ്മേ, നമ്മളെ കൊടൈക്കനാലെ വന്നിട്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ പോകുന്നത് മോശമല്ലേ? അതെ. ഇപ്പം ഏത് വാങ്ങിച്ചേ? നമ്മൾ കണ്ടേ വൈറ്റ് ആൽമണ്ട് മേടിച്ച് വൈറ്റ് കാഷ്യൂ മേടിച്ച്. ആർക്കും ഡാർക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ല. എല്ലാവർക്കും വൈറ്റ് ചോക്ലേറ്റ് അല്ലേ അമ്മ? നല്ലത്. ആൽമണ്ട് കാഷ്യൂ എല്ലാം മിക്സ് ആയിട്ട് അത് ക്രഞ്ചി നമ്മുടെ സ്നിക്കേഴ്സ് പോലെ. നമ്മൾ വാങ്ങിച്ചതല്ല, കാഷ്യൂ ആൽമണ്ട് നല്ലതാണ്. ഈ അച്ഛൻ അവിടെ കാറിലിരിപ്പുണ്ട്. അച്ഛൻ നല്ല ടയർഡായി. നമുക്ക് ഇനി ഇവിടുന്ന് 8 hours അല്ലേ? 8-9 hours ഉണ്ട്. നമ്മൾ രാത്രി എന്തായാലും പാതിരാത്രിയാവും ചെല്ലുമ്പോഴത്തേക്ക്. 340 കിലോമീറ്റർ വേണ്ട മോനെ, അത് മതി. ഓക്കെ. ഇതെവിടെ വെച്ച സ്ഥലം? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ? നമ്മള് മലയോര ഹൈവേ ഏതാ? പീരിമേട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മള് ഫ്രണ്ടില് പോകുന്ന വണ്ടീന്റെ ഡയറക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ബ്ലൈൻഡ് അല്ലേ? ബ്ലൈൻഡ് ആയിട്ട് നമ്മളെ ഓടിക്കുന്ന പോലെ ഉണ്ട്. 20 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് മറ്റേ മലയോര ഹൈവേ ആണ്. മാപ്പ് നോക്കിയാൽ മലയോര ഹൈവേ ആണ്. അപ്പൊ നമുക്ക് ഓവർടേക്കിംഗ് പാടാണ്. പിന്നെ റോഡ് എങ്ങോട്ടാ പോകുന്ന അറിയത്തില്ല. റോഡിന് സൈഡൊന്നും ഇല്ല. എല്ലാ വണ്ടിയിലും ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കും. നമ്മളവിടെ വിന്റർ ടൈമിൽ പോകുന്ന പോലെ ഉണ്ട് കാനഡയില്.
പിന്നെ നമുക്കൊരു 3-3.25 മണിക്കൂറും കൂടെ ഉണ്ട് വീടത്തെ. അതെ 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 അതെ. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ ഏകദേശം യാത്ര ചെയ്ത് രാത്രി ഏകദേശം ഒരു 12 മണിയായി കാണാം നമ്മൾ വീടെത്തിയപ്പോഴത്തേക്ക്. അത്യാവശ്യം നല്ല ടയർഡായി. ആ ഒരു തണുത്ത ക്ലൈമറ്റും നമ്മൾ പെട്ടെന്ന് ചൂടിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.